ഹലോ, ഇന്ന് നമുക്കൊരു അടിപൊളി പുൽക്കൂട് ഉണ്ടാക്കിയെടുത്താലോ? നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കുറച്ച് പട്ടയും പെട്ടിയും തെർമാക്കോളൊക്കെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യം നമ്മുടെ പുൽക്കൂടിന് ആവശ്യമുള്ള ഒരു ബേസാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അതെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് അടുത്ത് വേണ്ട കുറച്ച് തെർമാക്കോൾസാണ്. കുറച്ച് പഴകിയതാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. അത് കാരണമാണ് ഇത്രയും പൊടി പിടിച്ചിരിക്കുന്നത്. ഈ എടുത്ത തെർമാക്കോൾ നമ്മൾ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഹൈറ്റ് ലെവലാക്കാൻ വേണ്ടിയിട്ട് വെച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ എൻ്റെ കയ്യിലുള്ള ചെറുതും വലുതും കട്ടിയുള്ളതും കട്ടിയില്ലാത്തതുമായിട്ടുള്ള കുറച്ച് തെർമാക്കോൾസ് ഞാൻ അവിടെ ഇവിടെ കയറ്റി വെച്ച് നോക്കുന്നുണ്ട്. അതിലുള്ള ഓരോ തെർമാക്കോൾസും എവിടേക്കാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് ആദ്യം തന്നെ ഒന്ന് നോക്കിയതാണ് കേട്ടോ. പിന്നെ ഈ ഡബിൾ ടാപ്പ് ഉപയോഗിച്ച് നമ്മൾ ആദ്യം എടുത്ത തെർമാക്കോളിൻ്റെ 4 പുറത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഡബിൾ ടാപ്പിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ ഒട്ടിച്ച് അവിടെ ഇരുന്നോളൂ. ഭയങ്കര സ്റ്റിക്കിയാണ്. നമ്മൾ എത്ര പെറിച്ചെടുത്താലും പെട്ടെന്നൊന്നും പെറിഞ്ഞു പോരില്ല. ഇനി നമ്മൾ ഒട്ടിച്ചെടുത്ത ഡബിൾ ടാപ്പിൻ്റെ മുകളിലുള്ള ലെയറൊക്കെ ഒന്ന് പീൽ ചെയ്ത് കളയുന്നുണ്ട്. ദെൻ ഈ തെർമാക്കോൾ നമ്മുടെ ബേസിൻ്റെ ഈ ഒരൊറ്റ ഭാഗത്തായിട്ട് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലൊരു ഹോൾ വരുന്നുണ്ട്. അതും കൂടെ നമുക്കൊന്ന് കവർ ചെയ്തെടുക്കണം. അതിനുവേണ്ടി കുറച്ച് വലിപ്പമുള്ള ഒരു തെർമാക്കോളാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് അളവിനനുസരിച്ച് കട്ട് ചെയ്തും കൂടെ എടുക്കണം. ഇനി ഈ തെർമാക്കോളിൻ്റെ പീസ് നമ്മൾ ഒട്ടിക്കുന്നത് ഫെവിക്കോൾ വെച്ചിട്ടാണ് കേട്ടോ. ഫെവിക്കോൾ 4 പുറവും കുറച്ച് അധികം ആക്കി കൊടുത്ത് ഒട്ടിക്കുന്നുണ്ട്. കുറച്ച് ടൈം എടുക്കുമെന്ന് മാത്രം, എന്നാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഗണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് ഒട്ടി കിട്ടിക്കോളും. എൻ്റെ കയ്യിൽ ഗ്ലൂ ഗൺ ഉണ്ട്, പക്ഷെ അതിന് കറണ്ടിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ ഈ സംഭവം പുറത്തുനിന്നാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പുറത്ത് ചെയ്യുന്ന ഭാഗത്ത് കറണ്ടിൻ്റെ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ചൂസ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ വെട്ടിയെടുത്ത തെർമാക്കോളിൻ്റെ ബാക്കി വരുന്ന ഈ ഒരു പീസും കൂടെ നമ്മൾ നല്ലപോലെ പശ തേച്ച് ഈ ഒരു ഭാഗത്തായിട്ട് പ്ലേസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുപോലുള്ള തെർമാക്കോൾസിൻ്റെ കുറച്ച് പീസ് നമ്മുടെ കയ്യിലുണ്ട്. അതും ഓരോ ഷേപ്പും ഓരോ കനമൊന്നുമല്ല, പല പല ടൈപ്പിലായിട്ടുള്ളതാണ്. ഇനി ഈ തെർമാക്കോളിൻ്റെ പീസസൊക്കെ നമ്മൾ ഐഡിയക്ക് അനുസരിച്ച് ഈ ഒരു ഭാഗത്ത് ലെവലായി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുത്ത തെർമാക്കോളിൻ്റെ മുകളിൽ കൂടെ കുറച്ചും കൂടെ പശ തേച്ച് ബാക്കിയുള്ളതും കൂടെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എല്ലാ പീസസും ഒട്ടിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഈ സംഭവം കൂടിയാണ് ഒട്ടിക്കാറുള്ളത്. ഇത് നമ്മളൊരു വാട്ടർഫോൾ സെറ്റപ്പിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളൊരു തെർമാക്കോൾ എടുത്തത്. ഇനി ഇതുപോലുള്ളൊരു കാർഡ്ബോർഡിൻ്റെ പെട്ടി എടുത്ത് ഇത് നമുക്ക് 2 പീസാക്കാം. ഇതിലൊരു പോർഷൻ നമുക്കൊരു വീട് പോലെ ആക്കാനും മറ്റൊരു പോർഷൻ നമുക്കൊരു തൊഴുത്ത് പോലെ ആക്കാനുമാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പെട്ടി മുറിച്ച് 2 എണ്ണമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിലൊന്ന് നമുക്ക് തൊഴുത്താക്കിയിട്ട് മാറ്റാം. ഇനി ഈ ഒരു കാർഡ്ബോർഡ് ബോക്സിൻ്റെ മോൾ ഭാഗം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതും കൂടെ ഒന്ന് റിമൂവ് ചെയ്ത് കളയുന്നുണ്ട്. ഇനി ഈ പെട്ടിയുടെ ഫ്രണ്ട് പോർഷൻ നമ്മളൊന്ന് ചതുരനെ കൂടെ വെട്ടിയെടുക്കുന്നുണ്ട്. ആ ഭാഗം ഓപ്പൺ ആയി കിടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെയാണ് വരിക. കണ്ടില്ലേ, ഫ്രണ്ട് ഭാഗം ഓപ്പൺ ആയിട്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ സംഭവത്തിൻ്റെ താഴത്ത് കുറച്ച് അധികം ഫെവിക്കോൾ തേച്ചിട്ടാണ് കേട്ടോ ഞാൻ ഒട്ടിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഞാൻ എത്രത്തോളം ഇതിൽ ഫെവിക്കോൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്താണ് ഇത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളൊരു വീടും കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മളടുത്ത് 2 കാർഡ്ബോർഡിൻ്റെ പീസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആ വീടിന് പറ്റിയ കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്ത് നമ്മൾ അതവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കാർഡ്ബോർഡിൻ്റെ ഈ ഒരു ഭാഗമാണ് നമുക്ക് ഒട്ടിക്കാനുള്ളത്. പക്ഷെ അതിങ്ങനെ പൊങ്ങിയിട്ടും താഴ്ന്നിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. അത് നമുക്കൊന്ന് വെട്ടിയും കൂടെ കറക്റ്റ് ആക്കണം. ഇനി ഈ ഒരു പശ യൂസ് ചെയ്ത് നമ്മുടെ കാർഡ്ബോർഡ് ബോക്സിൻ്റെ 4 പുറവും നന്നായിട്ട് ഒന്ന് ഒട്ടിച്ചും കൂടി കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഒരു പീസും കൂടെ എടുത്ത് നമ്മുടെ തൊഴുത്തിൻ്റെ മുകൾ ഭാഗം മൊത്തത്തിലൊന്ന് കവറാവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കണം. ഈ ഒട്ടിച്ചത് ഒന്നും കൂടി സേഫായി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പേപ്പർ ടാപ്പ് വെച്ചിട്ട് വീണ്ടും ഒന്ന് ഒട്ടിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഭാഗത്ത് വെച്ച കാർഡ്ബോർഡ് ബോക്സിന് ഒരു വീട് സെറ്റപ്പിലാക്കിയെടുക്കണം. അതിനുവേണ്ടി ഇതുപോലെ ഒരു വാതിലും 2 ജനലും ഒക്കെ വരുന്ന രീതിയിൽ വെട്ടിയെടുക്കുന്നുണ്ട്. ഇനി അടുത്ത പരിപാടി ഈ പുൽക്കൂട് മൊത്തത്തിലൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം.
ഇത് പുറത്ത് കൊടുന്ന് വെച്ചപ്പോഴാണ് നമ്മുടെ വാട്ടർഫോളിന് വേണ്ടി സെറ്റ് ചെയ്ത ഭാഗം മുകളിലും കൂടെ കവർ ചെയ്യാനുള്ളത് കണ്ടത്. അപ്പം നമ്മൾ ഈ ഒരു ഭാഗം കൂടെ കവർ ചെയ്തെടുക്കുന്നുണ്ടേ. നമ്മൾ സ്പ്രേ പെയിന്റ് യൂസ് ചെയ്തിട്ടാണ് ഇത് മൊത്തത്തിൽ പെയിന്റ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് പുറത്ത് വെച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ. ഈ സ്പ്രേ പെയിന്റ് യൂസ് ചെയ്ത് പെയിന്റ് അടിക്കുന്ന പരിപാടി ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനുള്ള പരിപാടിയാണ്. മാത്രമല്ല പെട്ടെന്ന് പണി കഴിയുകയും ചെയ്യും. നമ്മളൊരു സാധാ പെയിന്റ് വെച്ചിട്ടാണ് ഇത് കളർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം കൊടുക്കും. പിന്നെ മാത്രമല്ല ഉണങ്ങാനും ഒരുപാട് ടൈം എടുക്കും. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഈ സ്പ്രേ പെയിന്റ് ഒരു ബെറ്റർ ഓപ്ഷൻ ആണ് കേട്ടോ. ഞാൻ ഈ സ്പ്രേ പെയിന്റ് യൂസ് ചെയ്ത് കളർ ചെയ്യുന്നത് കണ്ടിട്ട് എൻ്റെ സിസ്റ്റർക്കും അതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞു. ബാക്കിയുള്ള കുറച്ച് ഭാഗം അവളാണ് കേട്ടോ ചെയ്തു തന്നത്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ലൈറ്റർ വെച്ച് ചെറുതായിട്ടൊന്ന് ഉരുക്കി കൊടുക്കാം. ഈ ഒരു ഭാഗത്ത് കോർണേഴ്സ് ഒക്കെ കണ്ടില്ലേ, നല്ല ഷാർപ്പായിട്ടാണ് ഉള്ളത്. നമുക്ക് അത്ര ഷാർപ്പായിട്ട് വേണ്ട. ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് കുറച്ച് ഷേപ്പ്ലെസ് ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ കുറച്ച് ഭാഗമൊക്കെ ലൈറ്റർ വെച്ച് ഇതുപോലെ ഉരുക്കിയെടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇതുപോലെ നമ്മൾ ചെത്തി കളയുന്നുണ്ട്. നമുക്ക് ഇവിടെ വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ ചെത്തി കളഞ്ഞതിന് ശേഷമാണ് ഒന്ന് മൊത്തത്തിൽ ഒന്ന് ബ്ലാക്ക് കളർ വെച്ചിട്ട് സ്പ്രേ പെയിന്റ് യൂസ് ചെയ്ത് കളർ ചെയ്തെടുക്കേണ്ടത്. പിന്നെ എൻ്റെ കയ്യിലുള്ള 2 ചെടി ഞാൻ ഈ ഒരു തെർമാക്കോളിൽ കുത്തി കൊടുക്കുന്നുണ്ട്. ഇത് എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് പോയി മേടിച്ച ചെടിയാണ് കേട്ടോ. ഇത് തെർമാക്കോൾ ആയതുകൊണ്ട് അതിൽ ഈ ചെടി ഫിക്സ് ചെയ്യാൻ നല്ല സുഖമാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് ചെടിയാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചാൽ മതി. ഇനി നമ്മൾ അടുത്ത് സെറ്റാക്കുന്നത് ഈ തൊഴുത്തിൻ്റെ ഭാഗമാണേ. എൻ്റെ കയ്യിലുള്ള ഡബിൾ ടാപ്പ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഭാഗം ഒട്ടിക്കുന്നത്. ഇനി ഈ ഒട്ടിച്ച ഡബിൾ ടാപ്പിൻ്റെ മുകളിലുള്ള ഭാഗമൊക്കെ പീൽ ചെയ്ത് കളയുന്നുണ്ട്. ഇനി ഇതുപോലെ കുറച്ച് ഓല എടുത്ത് ഈ ഒരു ഭാഗത്തിനനുസരിച്ച് അളവിൽ വെട്ടിയെടുത്ത് ഒട്ടിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ഓല ചൂസ് ചെയ്യാൻ കാരണം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഓല അവൈലബിൾ ആയിരിക്കും അല്ലേ. അപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന രീതിയിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഓല ഒട്ടിച്ചത്. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫ്രണ്ടിലുള്ള ഭാഗം കൂടെ കവർ ചെയ്തെടുക്കലാണ്. ഈ ഒരു ഭാഗത്തും നമ്മൾ ഡബിൾ ടാപ്പ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഒട്ടിച്ചെടുക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കൗങ്ങിന്റെ ഒക്കെ ഒരു പാളയില്ലേ, നമ്മളവിടെ ഇതിന് പാളാന്നൊക്കെയാണ് പറയാ. നിങ്ങളുടെയൊക്കെ അവിടെ എന്താ പറയാന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണേ. എന്തായാലും അതിന്റെ താഴെയുള്ള കുറച്ചിങ്ങനെ ഉണങ്ങിയ ഭാഗം എടുത്ത് മുറിച്ചെടുക്കുന്നുണ്ട് നമ്മൾ. ഇനി ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒട്ടിച്ചു കൊടുത്ത ഡബിൾ ടാപ്പിന്റെ മുകളിൽ കൂടെ ആയിട്ട് നമ്മൾ ഇപ്പൊ വെട്ടിയെടുത്ത ഓലകളൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ ബാലൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് പൊങ്ങി നിൽക്കുന്ന ഓലകളൊക്കെ നമ്മളൊന്ന് വെട്ടിയും കൂടെ ലെവലാക്കി എടുക്കുന്നുണ്ട്. അടുത്തത് ഈ ഒരു സൈഡിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡബിൾ ടാപ്പ് 3 ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വെട്ടിയെടുത്ത ചെറിയ ചെറിയ ഓല കഷ്ണങ്ങൾ ഇതുപോലെ മുഴുവനായിട്ട് ആ ഭാഗം ഫുൾ കവർ ആവുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം കൂടെയാണ് സെറ്റ് ചെയ്യാനുള്ളത്. അതും നമ്മൾ ഡബിൾ ടാപ്പ് വെച്ച് ഒട്ടിച്ച് നമ്മുടെ കൗങ്ങിൻ്റെ ബാക്കിയുള്ള ഓല കൊണ്ടാണ് കവർ ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഭാഗം മുഴുവനായി ഓല വെച്ച് കവർ ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ഈ ഭാഗങ്ങളുണ്ടല്ലോ, കുറച്ച് തള്ളി നിൽക്കുന്ന ഭാഗങ്ങൾ, അത് സിസേഴ്സ് വെച്ചൊന്ന് റിമൂവ് ചെയ്ത് കളയുന്നുണ്ട്. അപ്പം നമ്മുടെ തൊഴുത്ത് ഇവിടെ സെറ്റായി. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് വൈറ്റ് കളർ പെയിൻറ്റ് യൂസ് ചെയ്ത് അടിച്ചു കൊടുക്കാം. പക്ഷെ മുഴുവനായിട്ടൊന്നും വേണ്ട, നമുക്ക് ഒരു കുറച്ച് ഭാഗം മതി. നമ്മൾ വാട്ടർഫോൾ എവിടെയാണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഭാഗം മാത്രം. ഇനി നമുക്ക് ഇതുപോലെ ഒരു എഗ് ട്രേ യൂസ് ചെയ്ത് അതിൻ്റെ ഓരോ പാർട്ടും സെപ്പറേറ്റ് ആക്കി മാറ്റണം. ഇത് നമ്മുടെ വാട്ടർഫോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് കുറച്ച് പാറ പോലെ വരുന്ന രീതിയിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതും നമ്മൾ ബ്ലാക്ക് സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്ത് മൊത്തത്തിലൊന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് ഡബിൾ ടാപ്പ് യൂസ് ചെയ്ത് ഒട്ടിച്ചു കൊടുത്ത് നമ്മുടെ ഈ കളർ ചെയ്ത് വെച്ച ഈ സംഭവങ്ങൾ ഒന്നൊന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. 3 എണ്ണം ഇതുപോലെ ഒട്ടിച്ചു കൊടുത്ത് ബാക്കി 2 എണ്ണം അതിന്റെ മീതെ കൂടെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഈ മുകളിൽ വെച്ച സാധനം ഈ ഒരു ഗ്ലൂ വെച്ചിട്ടാണ് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഒരു ബ്രൗൺ പെയിന്റ് എടുത്ത് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനൊരു വിന്റേജ് ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രൗൺ പെയിന്റ് വെച്ച് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നത്. മെയിനായിട്ട് നമ്മൾ വാട്ടർഫോളിന്റെ 2 വശത്തായിട്ടാണ് അടിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ബ്രൗൺ കളറിൽ കൂടെ കുറച്ച് റെഡ് കളറും കൂടെ മിക്സ് ചെയ്ത് ഇപ്പം നമ്മൾ അടിച്ചു കൊടുത്ത ഭാഗത്ത് കൂടെ ഒന്നുകൂടെ അടിച്ചു കൊടുക്കണം. ഈ ഒരു കളർ നമ്മൾ വാട്ടർഫോളിന്റെ താഴ്ഭാഗത്തും മുകളിൽ പാറ പോലെ വരുന്ന ഈ ഒരു ഭാഗത്തും ഒക്കെ നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളൊരു ബ്ലൂ കളർ എടുത്ത് ഈ വെള്ളം വരുന്ന ഭാഗത്തായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടിയാണ് കുറച്ചധികം ടൈം എടുത്ത് ചെയ്യേണ്ടത്. ഞാൻ ഈ വാട്ടർഫോളിന് ഒരു ഒറിജിനാലിറ്റി വരാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്ലൂ ഗൺ എടുത്ത് പതുക്കെ പതുക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് ഒരു അടിപൊളി വാട്ടർഫോൾ ഉണ്ടാക്കിയെടുത്ത്. നമ്മുടെ വാട്ടർഫോൾ കാണാൻ നല്ല രസമല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇനി അടുത്തത് നമ്മുടെ പുൽക്കൂടിൽ സെറ്റ് ചെയ്യുന്നത് ഒരു കിണറാണ്. അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള ഒരു പ്രിങ്കിൾസിൻ്റെ ബോട്ടിലാണ് എടുക്കുന്നത്. പക്ഷെ അത് അത്ര വലുപ്പം വേണ്ട, അതുകൊണ്ട് നമ്മൾ അതൊന്ന് വെട്ടി ചെറുതാക്കി എടുക്കുന്നുണ്ടേ. ഇനി നമുക്ക് ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്ത് അതിൻ്റെ മുകളിലുള്ള ഭാഗം പീൽ ചെയ്ത് കളയാം. അപ്പോൾ അതാ ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി ഇതൊക്കെ നമുക്കൊന്ന് ചെറിയ ചെറിയ പീസസ് ആയിട്ടും കൂടി കട്ട് ചെയ്തെടുക്കണം.
ഇനി നമ്മൾ ഈ കിണറിന് വേണ്ടിയിട്ട് സെറ്റാക്കിയ ബോട്ടിൽ നമ്മളിപ്പോൾ വെട്ടിവെച്ച ചെറിയ ചെറിയ പീസസ് ഉണ്ടല്ലോ അത് മൊത്തത്തിലൊന്ന് കവറാവുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കണം. ഇത് നമ്മൾ ബ്ലാക്ക് സ്പ്രേ പെയിന്റ് യൂസ് ചെയ്ത് ഒന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കിണറിനൊരു പഴയ ലുക്ക് കിട്ടാൻ വേണ്ടി ഒരു ക്രീം കളർ വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതും നമ്മുടെ കൈ വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് ടച്ച് ചെയ്തത്. പിന്നെ നമ്മുടെ കിണറിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് 2 കമ്പ് കുത്തി വെക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു കമ്പും കൂടെ വെച്ച് അതൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചെടികളാണ്. നമ്മുടെ കയ്യിൽ ഏത് ചെടിയാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതെടുത്താൽ മതി. ഞാൻ ഇപ്പോൾ ഇവിടെ വെക്കുന്ന ചെടികൾ എൻ്റെ വീട്ടിലത്തെ മാത്രമല്ല തൊട്ടപ്പുറത്തെയും ഇപ്പുറത്തെയും വീട്ടിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത ചെടികളാണ്. ഇങ്ങനെ ചെടികളൊക്കെ വെച്ച് നമ്മുടെ പുൽക്കൂട് സെറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഭംഗിയായിട്ട് വരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം ചെടികൾ വെച്ച് സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളെ തേക്കിൻ്റെ കായ ഉണ്ടാവുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഉണങ്ങി നിലത്ത് വീണ് കിട്ടുന്ന ഈ ഒരു കൊമ്പുണ്ടല്ലോ അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കി പ്ലെയിൻ ആയിട്ട് വരുന്ന ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കുറച്ച് പഞ്ഞി വെച്ച് സെറ്റാക്കി കൊടുക്കാം. ഈ പഞ്ഞി എനിക്ക് കിട്ടിയത് എൻ്റെ സിസ്റ്ററുടെ ടെഡ്ഡി ബിയറിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ ഈ പഞ്ഞി മൊത്തത്തിലെടുത്ത് അവളുടെ ടെഡ്ഡി ബിയറിൻ്റെ ഉള്ളിലോട്ട് തന്നെ ആക്കി വെച്ച് കൊടുക്കണം. നമ്മുടെ ഈ തൊഴുത്തിൻ്റെ ഉള്ളിലും എല്ലായിടത്തും നമ്മൾ ഈ പഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളെല്ലായിടത്തും പഞ്ഞിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് വെക്കണം. അതായത് ആട്, പശു, മറ്റുള്ള സാധനങ്ങൾ, പിന്നെ കുറച്ച് ആൾക്കാർ. ഇതിലിപ്പോൾ ആരൊക്കെ വെക്കണത് എന്നൊന്നും എനിക്കറിയില്ല. ആകെ എനിക്ക് ഇതിലറിയുന്ന സംഭവം ഉണ്ണിയേശുവിനെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിലുള്ള എല്ലാ സാധനങ്ങളും വെച്ച് കൊടുക്കുന്നത് എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടാണ്. ചിലപ്പോൾ ഇത് വെക്കേണ്ട സ്ഥലമൊന്നും കറക്റ്റ് ആയിരിക്കില്ല. ഈ ഒരു സംഭവം എനിക്ക് കിട്ടിയത് ഇവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് മേടിക്കുമ്പോൾ 300 സംതിങ് എന്തോ ആണ് റേറ്റ് വന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മുടെ പുൽക്കൂടിൻ്റെ ഫൈനൽ റിസൾട്ട് വരുന്നത് ഇങ്ങനെയാണ്. പിന്നെ ഇങ്ങനെ ഒരു പുൽക്കൂട് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുത്തത്. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുതേ.